നിങ്ങൾക്ക് ഫാറ്റി ലിവർ രോഗമുണ്ടോ? ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും 70% പേർക്കും പല ഗ്രേഡിലുള്ള ഫാറ്റി ലിവർ രോഗമുണ്ട്. ഫാറ്റി ലിവർ രോഗം കുറയുന്നതിന് പ്രധാനമായിട്ടും നിങ്ങൾ കഴിക്കേണ്ട ഒരു 4 തരം ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തത് നെല്ലിക്ക പോലുള്ള ബെറീസ് ആണ്. നെല്ലിക്ക, സ്ട്രോബെറി, ബ്ലൂബെറി പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബെറീസ് പതിവായിട്ട് കഴിക്കുന്നത് നിങ്ങൾക്ക് ഈ ലിവറിലെ ഇൻഫ്ലമേഷൻ കുറയാൻ സഹായിക്കും. പ്രത്യേകിച്ച് ഈ ബെറീസിനകത്ത് പോളിഫിനോൾസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് കരളിനകത്ത് ഫൈബ്രോസിസ് ഫോർമേഷനെ കുറയ്ക്കുകയും കരളിനകത്തുണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കുകയും കരളിലുള്ള കൊഴുപ്പ് അലിഞ്ഞു പോകാൻ സഹായിക്കുകയും ചെയ്യും. ഒരിക്കലും നെല്ലിക്കൊന്നും ജ്യൂസ് ആക്കരുത്, ചവച്ച് കഴിക്കാനായിട്ട് നോക്കുക. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബ്രോക്കോളിയും കോളിഫ്ലവറുമാണ്. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ബ്രോക്കോളി അല്ലെങ്കിൽ കോളിഫ്ലവർ കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഇവയ്ക്കകത്ത് ഗ്ലൈക്കോസിലേറ്റ്സ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ ഗ്ലൈക്കോസിലേറ്റ്സിന്റെ പ്രത്യേകത ഇത് നമ്മുടെ കരളിനകത്തുള്ള നീർക്കെട്ടിനെ കുറയ്ക്കുകയും വളരെ പെട്ടെന്ന് കരളിലെ എൻസൈംസ് ആക്റ്റീവ് ആകുകയും കരൾ വളരെ വേഗം നോർമലായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും. മൂന്നാമത്തത് പ്രധാനമായിട്ടും പ്രോട്ടീൻ ഭക്ഷണങ്ങളാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ള, ചിക്കൻ, മീൻ ഐറ്റംസ് പോലുള്ള ലീൻ പ്രോട്ടീൻസ്. വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ പയർ, കടല, പരിപ്പ്, പനീർ, അതേപോലെ യോഗേർട്ട്, തൈര് പോലുള്ളവ പതിവായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രോട്ടീൻസ് കരളിനകത്തുള്ള ആരോഗ്യകരമായിട്ടുള്ള കോശങ്ങൾ വളരെ പെട്ടെന്ന് റീജനറേറ്റ് ചെയ്യുന്നതിന് ശരീരത്തിനെ സഹായിക്കും. നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ പ്രോബയോട്ടിക്സ് ആണ്. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് കുടലിനകത്തുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയസിനെ വളരാൻ സഹായിക്കുന്ന തൈര്, മോര് പോലുള്ള ഭക്ഷണങ്ങൾ, യോഗേർട്ട് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇത് ഒരേ സമയം നമ്മുടെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ കരളിനകത്തുള്ള നീർക്കെട്ട് കുറയ്ക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പതിവായിട്ട് പ്രോബയോട്ടിക് ഭക്ഷണങ്ങളും പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ, അതായത് കുടലിനകത്തുള്ള ബാക്ടീരിയകൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ പോലുള്ളവ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇതും നിങ്ങളുടെ കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഒന്ന് ഷെയർ ചെയ്തോളൂ.